സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശിമോനെ അവൻ്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു. മർക്കോസ് 15:21 വാക്യം. ശിമോൻ കുറേനയിൽ നിന്നുള്ള ആളാണെന്ന് മർക്കോസ് പറയുന്നു. കുറേന വടക്കേ ആഫ്രിക്കയിൽ ഒരു വലിയ പട്ടണമായിരുന്നു. യേശുവിൻ്റെ കാലത്ത് ധാരാളം യഹൂദന്മാർ അവിടെ ഉണ്ടായിരുന്നു. മിക്കവാറും ശിമോൻ പെസഹ തിരുനാളിന് വേണ്ടി യെരുശലേമിൽ വന്നതാകണം. ഈ നീതിരഹിതമായ വധശിക്ഷ നടപ്പിലാക്കുന്നതിനിടയിൽ അദ്ദേഹം പെട്ടുപോയതാണെങ്കിലും ചെറുതെങ്കിലും അർത്ഥവത്തായ ഒരു സഹായം യേശു ചെയ്യുവാൻ അദ്ദേഹത്തിനിടയായി. മർക്കോസ് സുവിശേഷത്തിൽ യേശു ശിഷ്യന്മാരോട് നേരത്തെ പറഞ്ഞു, ഒരുവൻ എന്നെ പരിചിച്ചാൽ അവൻ തന്നെ തേച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. കർത്താവ് ശിഷ്യന്മാരോട് പ്രാർത്ഥികമായി പറഞ്ഞത് ഗൊൽഗൊഥായിലുള്ള വഴിയിൽ ശിമോൻ അക്ഷരാർത്ഥത്തിൽ ചെയ്തു. അവൻ തന്നെ ഏൽപ്പിച്ച ക്രൂശ് യേശുവിന് വേണ്ടി ചുമക്കുന്നു. നമുക്ക് ചുമപ്പാൻ ക്രൂശുകളുണ്ട്. ചിലപ്പോൾ രോഗമാകാം, ശുശ്രൂഷയുടെ വെല്ലുവിളിയാകാം, പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചതാകാം, വിശ്വാസത്തെ പ്രതിയുള്ള ഉപദ്രവമാകാം. നാം വിശ്വാസത്തിൽ പ്രയാസം ഭവിക്കുന്നത് വഴി മറ്റുള്ളവർ സത്യത്തെ ക്രിസ്തുവിൻ്റെ സ്ഥാനത്തിലേക്കും ക്രൂശ് മരണത്തിലേക്കും തിരിക്കാനാകാം. അവൻ്റെ ക്രൂശാണ് നമുക്ക് ദൈവത്തോട് സമാധാനം, ജീവിതയാത്രയ്ക്ക് ശക്തിയും പ്രദാനം ചെയ്യുന്നത്. ഏത് വിധം ക്രൂശാണ് നിങ്ങളെ ചുമപ്പാൻ ആവശ്യപ്പെടുന്നത്? ഈ സ്ഥാനത്തെ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിപ്പാൻ എങ്ങനെ പ്രയോജനപ്പെടുത്താം? പ്രാർത്ഥിക്കാം. യേശുവേ, എൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് ഞാൻ അങ്ങേ അനുഭവിക്കുന്ന വേദനകളെ അങ്ങ് അറിയുന്നതുകൊണ്ട് നന്ദി. ഈ യാത്ര എത്ര പ്രയാസമാണെങ്കിലും എനിക്കുള്ളതിന് ധൈര്യവും ശക്തിയും നൽകണമേ. താങ്ക് ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ അദ്ദേഹം നൽകട്ടെ. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.